ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വെഡ്ഡിങ് ഷോപ്പിംഗ് ആണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റു, പക്ഷെ റെഡി ആകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എത്ര നേരത്തെ എണീറ്റാലും നല്ല ഓട്ടപ്പാച്ചിലായിരുന്നു രാവിലത്തെ സമയം. രാവിലെ തന്നെ നേരെ ഞങ്ങൾ ടെക്സ്റ്റൈൽസിലേക്ക് എത്തി. ഷോപ്പിംഗ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊടുപുഴയിലെ മഹാറാണി ടെക്സ്റ്റൈൽസിലും പുളിമൂട്ടിൽ സിൽക്സിലും. മഹാറാണിയിലേക്കാണ് ആദ്യം പോയത്. അവിടെ ചെന്നപ്പോഴത്തേനും നല്ല തിരക്കായിരുന്നു. അവരുടെ 9th ആനിവേഴ്സറി പ്രമാണിച്ച് 2 ദിവസത്തെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടായില്ല. ഞങ്ങളതൊന്നും നോക്കാതെ നേരെ ബ്രൈഡൽ സെക്ഷനിലേക്ക് പോയി. ഏട്ടൻ്റെ വീട്ടുകാർ ഞാനും അമ്മയും മാത്രമായിരുന്നു ഷോപ്പിങ്ങിനുണ്ടായിരുന്നത്. അമ്മമാർക്ക് രണ്ടുപേർക്കും റെഡ് സാരിയിലായിരുന്നു പിടുത്തം ഉണ്ടായിരുന്നത്. അവർക്ക് റെഡ് തന്നെ വേണം. റെഡ് ഉടുക്കുമ്പോഴൊക്കെ അവർ അടിപൊളിയാണ്, ഇത് മതി ഇത് മതി എന്ന് പറയായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡിനോടായിരുന്നു താല്പര്യം. അങ്ങനെ റെഡ് സാരിയൊക്കെ ഉടുപ്പിച്ച് കാണിച്ചപ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റെഡ് സാരി. എനിക്കെന്തോ റെഡിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല, കാരണം കോമൺ ആയിട്ടുള്ളൊരു കളർ ആയതുകൊണ്ടിട്ടാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡിനോടായിരുന്നു താല്പര്യം. ഓരോ സാരിയും ഉടുത്തു നോക്കും, ഇതാണോ അതാണോ, ക്യാമറയിൽ നന്നായിരിക്കുമോ എന്നൊക്കെ നോക്കും. അങ്ങനെ അവസാനം ഞങ്ങൾ എനിക്ക് ഏട്ടനും പിന്നെ അനിയനും കൂടി ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. ലൈറ്റ് ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്താണെന്നറിയില്ല, അമ്മമാർ അത് സമ്മതിക്കുന്നേ ഉണ്ടായില്ലായിരുന്നു. ലൈറ്റ് ഷെയ്ഡ് ഒന്നും തന്നെ എടുക്കാൻ സമ്മതിച്ചില്ല. അത് എടുക്കണ്ട എന്നവർ രണ്ടുപേരും തീർത്ത് പറഞ്ഞപ്പോൾ എനിക്കും പിന്നെ എടുക്കാനൊരു ബുദ്ധിമുട്ട് തോന്നി. അവസാനം റെഡും അല്ല ലൈറ്റ് ഷെയ്ഡും അല്ലാത്ത ഈ ബ്ലൂ സാരിയാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ പുളിമൂട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഏട്ടനുള്ള ഡ്രസ്സെല്ലാം അവിടെ നിന്നാണ് എടുത്തത്. പിന്നെ അവിടെ മഹാറാണിയിൽ ഓഫർ നടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് പിന്നെ അതുപോലെയുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് ഓഫറിൽ കിട്ടുകയും ചെയ്തു കേട്ടോ.